ഹായ്, വെൽക്കം ബാക്ക് ടു സരോജിനിയമ്മ യൂട്യൂബ് ചാനൽ. ഇന്ന് നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ മഴയുണ്ടോ? ഇവിടെ നല്ല മഴയാണ്. ഇവിടെ രാവിലെ 7 മണിക്കൊക്കെ നല്ല മഴയായിരുന്നു. ഇപ്പം ഇത്തിരി കുറവുണ്ട്, ചെറുതായിട്ടേ ഉള്ളൂ, എന്നാലും നല്ല മഴയൊക്കെ തന്നെയാണ്. പിന്നെ ഈ മഴക്കാലത്തും അല്ലാത്ത സമയത്തും നമുക്ക് ഒരുപോലെ കുടിക്കാൻ പറ്റുന്ന ജ്യൂസ് ഉണ്ട്. അപ്പം ഞാൻ ഇന്ന് ആ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് ABC ജ്യൂസാണ്. ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം ABC ജ്യൂസിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും. ചില ആൾക്കാർ കുടിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്നാലും അതിലെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം? ABC എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റുമാണ് ചേർക്കുന്നത്. പക്ഷെ അതിനത് വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് വേറെ കുറച്ച് സാധനങ്ങളും കൂടി ഫ്ലേവേഴ്സിനായിട്ട് വേണമെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അതാണ് ആ ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഇത് ആർക്കും വേണമെങ്കിൽ, കുട്ടികൾക്കും പ്രായമായവർക്കും ആർക്ക് വേണമെങ്കിലും ഈ ജ്യൂസ് കുടിക്കാം. ശരീരത്തിനും ചർമ്മത്തിനും ഒരുപോലെ നല്ലതാണ് ഈ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ. രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ദഹനം മെച്ചപ്പെടുത്താനും ശരീരത്തിലെ വിഷാംശം കളയാനും ഈ ABC ജ്യൂസ് കുടിച്ചാൽ നല്ലതാണ്. കണ്ണിൻ്റെ കാഴ്ചക്ക് ക്യാരറ്റ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വൈറ്റമിൻ C ആണ് അതിൻ്റെ അകത്തുള്ളത്. ബീട്രൂട്ടിൽ ബീറ്റ കരോട്ടീൻ, അയേൺ എന്നിവയൊക്കെ നമ്മളുടെ പ്രതിരോധ ശേഷി കൂട്ടുന്നു. പിന്നെ നമ്മളിത് കുടിക്കണമെങ്കിൽ നമുക്കൊരു പ്രത്യേക എനർജി ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് ആദ്യമേ തന്നെ ഇതിൻ്റെ അകത്ത് ഫ്ലേവേഴ്സിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ പല സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കാമെന്നും. അപ്പം അതിലൊരു ഇതാണ്, നമുക്കൊരു മാതള നാരങ്ങ വേണമെങ്കിൽ ഇതിൽ ചേർക്കാം. അതിൽ ഫോളേറ്റ്, പിന്നെ ആൻറ്റി ഓക്സിഡൻസ്, വൈറ്റമിൻ C ഇതൊക്കെ ഉണ്ട്. ഞാൻ ഇനി ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് നേരം പോകാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെ ഇത് ഉണ്ടാക്കണേന്ന് നോക്കാം. ഒരു ഫുള്ള് ക്യാരറ്റ് എടുക്കാം. പിന്നെ ഒരു പകുതി ആപ്പിള്, ഒരു പകുതി വേണ്ട, 1/4 ഭാഗം ബീട്രൂട്ട്, ഒരു ഹാഫ് പൊമിഗ്രാനേറ്റ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ പീസ് പട്ട, ഒരു ടേബിൾ സ്പൂൺ ഹണി, പിന്നെ ബ്ലാക്ക് പെപ്പർ അല്ല കേട്ടോ, ബ്ലാക്ക് സോൾട്ട്, പിന്നെ പിങ്ക് സോൾട്ട്. ഇതൊക്കെ ഓരോ പിഞ്ച് മതി. ഇതെല്ലാം ഞാൻ നേരത്തെ കഴുകിയെടുത്ത സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് കഴുകിയെടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി നമുക്കൊരു ജാറ് എടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഈ അരിഞ്ഞു വെച്ച മിക്സ് എല്ലാം അതിൻ്റെ അകത്തോട്ട് ഇടുക. ആ പട്ടയും ഇഞ്ചിയും പിന്നെ തേനും പിന്നെ ആ സോൾട്ടുകളുണ്ടല്ലോ, പിങ്ക് സോൾട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാ സോൾട്ടാണ് ഉള്ളതെങ്കിൽ ആ സോൾട്ട് ഇട്ടാൽ മതി. അത് ഇട്ടിട്ട് ഒരു 1/4 ഗ്ലാസ് അല്ല, ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ അല്ലെങ്കിൽ 3/4 ഗ്ലാസ് വെള്ളത്തിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അത് കഴിഞ്ഞ് അരച്ചെല്ലാം ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തത്. ആ 1 കപ്പ് വെള്ളം മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് കൊടുത്ത് അത് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു അരിപ്പ എടുത്തിട്ട് അത് നമുക്ക് അരിച്ച് മാറ്റി വെക്കാം. ആ മിക്സ് നമ്മൾ ഈ അരിപ്പയിലോട്ട് ഒഴിച്ച് കഴിയുമ്പോൾ ഒരു സ്പൂൺ എടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ട കെട്ടി അവിടെ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി എല്ലാം യോജിപ്പിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ചണ്ടി കിട്ടും. ചണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതെല്ലാം ജ്യൂസെല്ലാം അരിച്ച് കഴിയുമ്പോൾ ബാലൻസ് തന്നെ ഇതുണ്ടല്ലോ, അതും ചെറുതായിട്ട് ക്യാരറ്റോ അല്ലെങ്കിൽ ബീട്രൂട്ടൊക്കെ കുറച്ചും കൂടി അടിയാനുണ്ടാവും. അപ്പോൾ അത് നമ്മളതൊന്നും കൂടി ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അത് മിക്സിയിൽ ഇട്ട് ഒന്നും കൂടി അടിച്ചിട്ട് അതും കൂടി ഒന്നും കൂടി പേസ്റ്റ് നന്നായിട്ട് അത് പേസ്റ്റ് രൂപത്തിൽ വരില്ല, അതിലും വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നല്ല ഇതുപോലെ. ഈ പിങ്ക് സോൾട്ടും ബ്ലാക്ക് സോൾട്ടും ഒക്കെ ഓപ്ഷണലാണ്. സാധാരണ സോൾട്ടാണെങ്കിൽ അത് മതി, അതിട്ടാൽ മതി. എന്നിട്ട് മൂടിയിലുള്ള ഇതും കൂടി കഴുകി നമ്മൾ ഇതെടുത്തിട്ട് നമ്മളത് അരിപ്പ വെച്ച് അരിച്ച് അത് മാറ്റി നമുക്കിത് കുടിക്കാം. അത് എല്ലാ ദിവസവും ഓരോ ഗ്ലാസ് വെച്ച് കുടിക്കണമെങ്കിൽ നല്ലതാണ്. കുട്ടികൾക്കും കൊടുക്കാം, കുഞ്ഞിക്കുട്ടികൾക്കും കൊടുക്കാം. ഈ ഇതിനകത്തുള്ള ഇഞ്ചിയൊക്കെ ഇടുന്നതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ഈ ജ്യൂസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതെങ്ങനെയുണ്ടെന്ന് കുടിച്ച് നോക്കട്ടെ. അടിപൊളി.